മലയാള ചലച്ചിത്ര സംഗീതം 80 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. 8 പതിറ്റാണ്ടിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 80 വർഷം പൂർത്തിയാക്കുന്ന മലയാള ചലച്ചിത്ര സംഗീതത്തിൽ ഏതാണ്ട് പാതിയോളം സമയം സിനിമയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് ഇന്ന് നമുക്കരികിലുള്ളത്. സ്വാഗതം ശ്രീ മോഹൻ സിത്താര. താങ്ക് യു. ഒരുപാട് വർഷങ്ങളോളം, ഏതാണ്ട് ഒരു 40 വർഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് മലയാള ചലച്ചിത്ര സംഗീതത്തിൽ മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകൻ സൃഷ്ടിച്ച പാട്ടുകൾ. ആ ഒരു സംഗീത സപര്യ പെരുവല്ലൂർ എന്ന ഗ്രാമത്തിലാണ് താങ്കൾ ജനിച്ച് വളർന്നിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പെരുവല്ലൂർ എന്ന് പറയുമ്പോൾ വലിയ സംഗീത പാരമ്പര്യമോ വലിയ ചലച്ചിത്ര പ്രതിഭകളോ ഒന്നും ജനിച്ചിട്ടില്ലാത്ത ഒരു സാധാരണ ഗ്രാമം. അങ്ങനെയുള്ള ഒരു ഗ്രാമത്തിൽ സിത്താര എന്ന മ്യൂസിക് ട്രൂപ്പിലൂടെ വീട്ടിലെ ഒരുപാട് പേര്, താങ്കളുടെ സഹോദരൻ മ്യൂസിഷ്യനാണ്, ആ വലിയ സംഗീത കുടുംബത്തിൽ ജനിച്ച് വളർന്ന് സിത്താര എന്ന മ്യൂസിക് ട്രൂപ്പിലൂടെ വളർന്ന് നവോദയ എന്ന മലയാളത്തിലെ വലിയൊരു സംരംഭത്തോടൊപ്പം താങ്കൾ ചേരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു തുടക്ക കാലഘട്ടം, പ്രത്യേകിച്ച് സിത്താര എന്ന മ്യൂസിക് ട്രൂപ്പിലൂടെയുള്ള ആ ഒരു തുടക്കം, സഹോദരന്മാരുമൊത്തുള്ള ആ ഒരു ബാല്യത്തിലെ സംഗീതം ഒക്കെ? സത്യത്തിൽ ഞാൻ ഒരു മ്യൂസിക് ഡയറക്ടറാണെന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അറിയാലോ, പെരുവല്ലൂർ എന്ന് പറഞ്ഞൊരു കുഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഈ സംഗീതമായിട്ടുള്ളൊരു ബന്ധമില്ലാത്തൊരു പക്കാ നാട്ടിൻ പ്രദേശമാണ്. അങ്ങനെ ഞാൻ അവിടെ പൂവത്തൂർ അല്ലെങ്കിൽ പാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വയലിൻ പഠിപ്പിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ എന്നെ പഠിപ്പിച്ചത് KG സത്താർ മാഷ്. അദ്ദേഹം വലിയൊരു മാപ്പിളപ്പാട്ട് കലാകാരൻ. അതെ, ഹിന്ദുസ്ഥാനി അസലായി പാടും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പിന്നെ ഹിന്ദുസ്ഥാനി പഠിക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം അന്ന് ഞാൻ 3ാം ക്ലാസ്സിലാണ് പഠിക്കാൻ വേണ്ടി വയലിൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു 6, 7 എത്തിയതിന് ശേഷം മാഷ് എന്നെ ചെറിയ ചെറിയ പ്രോഗ്രാംസിനെ കൊണ്ടുപോയി തുടങ്ങി. അങ്ങനെ ഞാൻ വയലിൻ വായിക്കും. പിന്നെ ഗാനമേളക്കൊക്കെ ചിലപ്പോൾ ബോങ്കോസ് ഉണ്ടാകും. അപ്പോൾ ഒരു പാട്ട് ബോങ്കോസ് കഴിഞ്ഞാൽ അടുത്ത് വയലിൻ വായിക്കുന്നു, അടുത്ത് ഒരു ഇതിന് കോങ്കോ ഡ്രം വായിക്കുന്നു. അങ്ങനെ ഒരു ഞാൻ കൊച്ചുകുട്ടിയാണല്ലോ, അന്ന് ട്രൗസറൊക്കെ ഇട്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായം. അപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ഭയങ്കര കൗതുകമായിരുന്നു, ഈ കാണികൾക്കൊക്കെ. അങ്ങനെ പലപ്പോഴും നോട്ടുമലകളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 1977 ആണ് ഞാൻ ട്രിവാൻഡ്രത്ത് പോകുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്ത് പോകാൻ കാരണം എൻ്റെ ചേട്ടനാണ്, സുബ്രഹ്മണ്യൻ ചേട്ടൻ ഇപ്പോൾ ഇല്ല. അന്ന് ചേട്ടൻ മദ്രാസിൽ ദാസറിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഇടയ്ക്കാണ് ദാസർ തരംഗിനിസി സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ സ്ഥാപനം ട്രിവാൻഡ്രത്ത് തുടങ്ങുന്നത്. അങ്ങനെ ചേട്ടൻ അവിടുത്തെ ട്യൂട്ടറായിട്ട് ദാസർ അങ്ങോട്ട് പറഞ്ഞു വിടണു. അവിടെ ചെന്നതിന് ശേഷം എന്നെ പിന്നെ പെരൂരിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ചേട്ടൻ കൊണ്ടുപോയി. പിന്നെ അങ്ങനെ അവിടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്കൊരു ഭ്രാന്ത് പോലെയായിരുന്നു. എന്ന് വെച്ചാൽ വയലിൻ ഇല്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ എൻ്റെ കൈ ഇങ്ങനെ വയലിങ്ങനെ പോയിക്കൊണ്ട് തിരുത്തി അങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ നോട്ട്സുകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. രാത്രി ഉറക്കമല്ല, രാത്രി എന്താ പറയുക, ഈ എനിക്ക് ഒരു നേരം വായിച്ചില്ലെങ്കിൽ, ഒരു നിമിഷം വയലിൻ വായിച്ചില്ലെങ്കിൽ, പഠിച്ചില്ലെങ്കിൽ, പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ എന്താ പറയുക, ഒരു വെപ്രാളാണ്. അങ്ങനെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് രാത്രി 2 മണി വരെയൊക്കെ ഇന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ കുറേ കാലം അങ്ങനെ പോയി. പിന്നെ അവിടുത്തെ മെയിൻ വയലിനിസ്റ്റ് ട്രിവാൻഡ്രത്ത് തന്നെ. പിന്നെ ആ മ്യൂസിക് സ്കൂളിൽ പിന്നെ ട്യൂട്ടറായി മാറി. പിന്നെ അപ്പോഴേക്കും ദാസർ അവിടെ തരംഗിണി സ്റ്റുഡിയോ തുടങ്ങി ട്രിവാൻഡ്രത്ത്. അന്ന് അവിടുത്തെ മെയിൻ വയലിനിസ്റ്റായി. ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളൊക്കെ വയലിൻ വായിക്കാൻ വന്നാലും ഞാനാണ് ലീഡിങ് വയലിനിസ്റ്റ്. പിന്നെ അതുപോലെ ഞാൻ സോളോ വായിക്കുമായിരുന്നു. പിന്നെ അതുപോലെ അന്ന് ചെന്നൈയിൽ നിന്ന് മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ വരുമ്പോൾ ഇപ്പോൾ ദക്ഷിണമൂർത്തി സ്വാമി, രാഘവ് മാഷ്, MD രാജേട്ടൻ, ശ്യാം സാറ്, അങ്ങനെ പ്രഗത്ഭരായ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ വരുമ്പോൾ എന്നെയാണ് അസിസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അങ്ങനെ അന്നൊക്കെ ഞാൻ ഭയങ്കര സ്മാർട്ടായിരുന്നു. അവർ ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സ് എന്തെങ്കിലും നോട്ട്സൊക്കെ പറഞ്ഞു കൊടുക്കിയിട്ട് അവർ പറയണമെങ്കിൽ മുന്നേ ഞാൻ എല്ലാം എഴുതിയെടുക്കും. എന്നിട്ട് ഓർക്കസ്ട്രക്കാർക്ക് കൊടുത്തതിന് ശേഷം അവരെ കൊണ്ട് ഞാൻ കണ്ടക്ട് ചെയ്ത് അവരെ കൊണ്ട് വായിപ്പിക്കലും അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു ഒരു കാലത്ത്. ഇതിനിടയ്ക്ക് സിത്താര മ്യൂസിക് ക്ലബ്ബ് തുടങ്ങി. അപ്പോൾ TK രാജീവ് കുമാർ എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ വലിയ സംവിധായകൻ, അദ്ദേഹം അവിടെ ഗാനമേളയ്ക്ക് ഞങ്ങളുടെ സിത്താര മ്യൂസിക് ക്ലബിൻ്റെ പ്രോഗ്രാമിന് ഇൻ്റർവെല്ലിന് മിമിക്രി പറയാൻ വേണ്ടി വന്നായിരുന്നു രാജു. പിന്നെ 2-3 ഫ്രണ്ട്സുണ്ട്. അങ്ങനെ രാജു എങ്ങനെയോ നവോദയയിൽ ചെന്ന് പെട്ടു. അങ്ങനെ അവിടുത്തെ അസിസ്റ്റൻ്റ് ആയിട്ടും പിന്നെ അസോസിയേറ്റൊക്കെ ആയിട്ട് പിന്നെ രാജു വളർന്നു. അങ്ങനെ പിന്നെ 1 മുതൽ 0 വരെ എന്നൊരു സിനിമ അവർ പ്ലാൻ ചെയ്യുന്നതും. അപ്പോൾ എൻ്റെ കാര്യം രാജീവ് അവരോട് പറയുകയും ചെയ്തു. പക്ഷേ രാജീവ് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു സംഭവമുണ്ട്, പക്ഷേ ഞാനത് അത്ര കാര്യമാക്കിയില്ല. അപ്പോൾ ഞാൻ ഗാനമേളയും എൻ്റെ പ്രാക്ടീസും മാത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ബ്രഹ്മാനന്ദൻ്റെ സിംഗറാണ്, അറിയാലോ, മലയാളത്തിലൊക്കെ നായർ സിംഗറാണ്.
പിന്നെ ശ്രീകാന്ത്, അങ്ങനെയൊക്കെ അവരുടെ കൂടെ പ്രോഗ്രാമിന് പോകും. അപ്പോൾ ആ ഇടയ്ക്ക് റേഡിയോ സ്റ്റേഷനിൽ ആകാശവാണിയിൽ ഞാൻ അപ്പോൾ വയലിൻ വായിക്കാൻ പോകുമായിരുന്നു. അന്ന് എം ജി രാധാകൃഷ്ണേട്ടൻ ആണ്, ഉദയഭാനു ചേട്ടൻ ഗായകനുണ്ട്, പഴയ ഗായകൻ ഉദയഭാനു ചേട്ടൻ്റെ അവിടെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ എന്നെയാണ് പിന്നെ എന്നെ വിളിക്കും വയലിൻ വായിക്കാൻ. അപ്പോൾ അന്ന് ചിത്ര, എം ജി ശ്രീകുമാരൻ അവിടെ കോർസ് പാടാൻ വേണ്ടി വരുന്നതാണ് അവരൊക്കെ. അന്ന് ഞാൻ വയലിൻ വായിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ഇവരൊക്കെ ചിത്രയും എം ജി ശ്രീകുമാർക്ക് കോർസ് ഗായകരായിരുന്നു എന്നൊക്കെ. പിന്നെ നമ്മുടെ കൈതപ്പുറം, പുള്ളി ഒരു തോളിൽ സഞ്ചക്ക് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നേ, രാധാകൃഷ്ണേട്ടനൊരു ലിറിക്സ് കിട്ടി. അപ്പോൾ വായിച്ചു നോക്കിയിട്ട് മീട്ടൊന്നും ശരിയല്ല, ഒരു സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൈതപ്പുറം പാടാൻ വന്നിട്ടുണ്ട്, ഗ്രൂപ്പ് പാടാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയോട് പറഞ്ഞു, തിരുമേനി ഒരു വേഗം ഒരു പാട്ടൊന്നും എഴുതിയെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പെട്ടെന്ന് ഒരു സിഗരറ്റിൻ്റെ പാക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, അതിൻ്റെ മുകളിൽ കുറച്ച് കുറിച്ചിട്ട് പിന്നെ വേറെ പേപ്പറിനകത്ത് ബാക്കി എഴുതി അങ്ങനെ രാധാകൃഷ്ണേട്ടന് കൊടുക്കുന്നു, മ്യൂസിക് ചെയ്യുന്നു. ചിത്രയും ഇവരൊക്കെ കോർസ് ആയിട്ട് പാടുന്നു. പിന്നെ ഒരു അരുന്ധതി, പിന്നെ ഒരു ബീനയുണ്ട് ചിത്രയുടെ ചേച്ചി. അവരും ചിത്രയേക്കാൾ നന്നായി പാടാൻ അന്ന് ബീനയായിരുന്നു. അതുപോലെ അരുന്ധതിയൊക്കെ. ചിത്ര ഒരു ആവറേജ് സിംഗറായിരുന്നു. പക്ഷേ ചിത്ര പിന്നെ വളർന്ന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഗായികയായി മാറിയില്ല. അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ 1 മുതൽ 0 വരെ ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയോ അവർക്ക് ഇഷ്ടപ്പെട്ടു, പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൻ്റെ റെക്കോർഡിങ് മദ്രാസിലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചിത്ര പിന്നെ മദ്രാസിൽ പോയി. പിന്നെ ഇളയരാജയുടെ പാട്ടുകളൊക്കെ പാടി തുടങ്ങുന്ന ഒരവസ്ഥ കാലഘട്ടം. അങ്ങനെ ഞാൻ ചെന്നൈയിൽ ചെന്നപ്പോൾ ചിത്രനെ വിളിച്ചു. അവൾ പാടാൻ വന്നു. അപ്പോൾ ചിത്രയുടെ അച്ഛന് അന്ന് ക്യാൻസർ കൊന്നിട്ട് മുഖക്ക് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ വല്ലാത്ത ഫീലായിരുന്നു ചിത്ര പാടിയത്. പക്ഷെ അത് അതിമനോഹരമായി ചിത്രപ്പാടി. അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം. ഈ 1 മുതൽ 0 വരെയിലേക്ക് വരുമ്പോൾ ആദ്യം ഒരു ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. മ്യൂസിക് ചെയ്യാൻ പറ്റുമോ, സംഗീത സംവിധാനം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റുന്നു തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആദ്യം ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പേടിയല്ല, എന്ന് വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഞാൻ ഓർക്കസ്ട്രേഷൻ കുഴപ്പമില്ലാണ്ട് ചെയ്യും, പക്ഷേ എനിക്ക് ട്യൂൺ ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല എനിക്ക്. അപ്പോൾ ജിജോ സാർ ഇങ്ങനെ ചോദിച്ചു, ഒരു ലലിബി ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ആദ്യം ചെയ്തത് താരാട്ടാണ്. അതെ. രാജീവ് എന്നെ പറ്റി അവരെന്തൊക്കെയോ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു അവസ്ഥയിലായിരിക്കും ജിജോ സാറ് ഒരു കാര്യം ചെയ്യും, ഒരു റൂം എടുക്കാം, അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ട്യൂണുകളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഹാർമോണിയെല്ലാം സംഘടിപ്പിച്ച് തന്ന് ഞാൻ എന്തൊക്കെ ഉണ്ടാക്കി. അതിൽ ആദ്യത്തെ ട്യൂണാണ് താനാനിം തന്നത്താനാനിം ദേരേ ദേ താരത്താരേ താരി താരേ താര ദേരി താര ദരി താര. ആ ട്യൂണ്ട ഇത് പിന്നീട് എഴുതാപ്പുറങ്ങളിൽ എഴുതാപ്പുറങ്ങളല്ല, നമ്മുടെ സത്യേട്ടൻ്റെ ഒരു പടമുണ്ട് കുടുംബപുരാണത്തിൽ, അതിനകത്തിട്ട്. അപ്പോൾ അങ്ങനെ ഈ ട്യൂൺ ഇട്ടപ്പോൾ പിന്നെ ജിജോ സാറ് പറഞ്ഞു ഒരെണ്ണം കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചിട്ടാണ് പിന്നെ എന്നുള്ള പാട്ടുണ്ടാക്കി. അതവർക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പോഴും എനിക്കൊരു കുഴപ്പമില്ലാത്ത ട്യൂൺ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. അത് പിന്നെ ഈ പറഞ്ഞ പോലെ അതെങ്ങനെയോ ഹിറ്റാക്കി, ഞാൻ ഹിറ്റാക്കിയതോ അല്ലെങ്കിൽ ഒന്നുമല്ല, ദൈവം അത് ഹിറ്റാക്കി തന്നു. അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്കുള്ള വരവ്. 1986 ഈ സിനിമ സംഭവിക്കുന്നു. ഇപ്പം മോഹൻ സിത്താര എന്ന സംഗീത സംവിധായകനോട് കൂടി തന്നെ ജി വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു സിംഗറുടെ അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു. അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങളെ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തൊട്ട് ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു ബാനർ കൂടിയാണ് നവോദയ. പിന്നെ അന്നത്തെ കാലത്ത് പുതിയ ആളുകളൊന്നും എടുക്കാൻ ആരും ധൈര്യപ്പെടില്ല. അപ്പോൾ അതും പിന്നെ രഘുനാഥ് പലേരി, മൈഡിയർ കുട്ടിച്ചാത്തൻ പോലെയുള്ള ഒരുപാട് പടങ്ങൾ, പൊന്മുട്ടിയുടെ താറാവ്, ഇങ്ങനെ കുറേ പടങ്ങൾ അതിന് മുമ്പും ശേഷമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ ഒരു സംവിധായകനായിട്ടുള്ള ഒരു അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ ഈ പൊന്നും തിങ്കൾ പോറ്റും മാന എന്നുള്ള അതിമനോഹരമായ പാട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടാണ്. ഒരു താരാട്ടുണ്ട്. ആ താരാട്ടിൽ തന്നെ ഒരു വിരഹത്തിൻ്റെ വേദനയുണ്ട്. ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലസൻറ്റ് സോങ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് വേദനകൾ അതിന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ആദ്യത്തെ ഇത് കഴിഞ്ഞ് പിന്നെ ഒരു ചെല്ലോൻ്റെ ഒരു പോർഷൻസ് ഉണ്ട്, വയലിൻ്റെ തന്നെ ഒരു എക്സ്ട്രീം നമുക്കൊരു വേദന നൽകുന്ന പോർഷൻസ് ഉണ്ട്. അപ്പോൾ താങ്കളിലെ ഒരു മ്യൂസിക് കണ്ടക്ടറുടെ ഒരു ഓർക്കസ്ട്രേഷൻ വളരെ രസമായിട്ട് അതിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ തന്നെ ഈ പാട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ONV ആയിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ്. ONV സാറാണെങ്കിൽ അതിനു മുമ്പ് ഒരുപാട് വലിയ പ്രതിഭകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ താങ്കളൊരു പുതുമുഖ സംവിധായകൻ. അപ്പം എങ്ങനെയായിരുന്നു അദ്ദേഹമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്? ആദ്യം വരികൾ എഴുതിയിട്ടായിരുന്നു ഈ പാട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ടല്ല? നമ്മളിപ്പോൾ അതിൻ്റെ കമ്പോസിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുതിയൊരാളാണല്ലോ. അപ്പോൾ ഏറ്റവും നല്ലൊരു
ഗാനരചയിതാവിനെ കൊണ്ട് ഇത് എഴുതിക്കുന്ന അവർ നിശ്ചയിച്ചു. അങ്ങനെയാണ് അവർ ONV സാറിനെ വിളിക്കുന്നത്. അങ്ങനെ ONV സാറ് പിന്നെ എറണാകുളത്തേക്ക് വന്ന് ഞാൻ അദ്ദേഹത്തിന് ട്യൂണൊക്കെ പാടി കേൾപ്പിച്ചു. അദ്ദേഹം അപ്പം തന്നെ എഴുതി. അന്ന് രാത്രി പല്ലവി മാത്രം എഴുതി. പിറ്റേ ദിവസം രാവിലെ ബാക്കി കൂടെ എഴുതിയിട്ട് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ഒന്ന് മോനത് പാടി നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ചില വാക്കുകൾ ചിലർക്ക് എക്സ്ട്രാ ഒക്കെ വന്നു. അപ്പോൾ അതൊക്കെ പുള്ളിനെ കറക്റ്റ് ചെയ്ത് വളരെ നന്നായി എഴുതിയതിന് ശേഷം ട്യൂൺ ചെയ്തതിന് ശേഷം അദ്ദേഹം അതിനനുസരിച്ച് എഴുതി. പക്ഷേ അത് ആ വരികൾ ശരിക്കും എഴുതി ട്യൂൺ ചെയ്ത പോലെ ആയി. പിന്നെ അതും തന്നെയല്ല, ഇത്രയും പാട്ട് നന്നാവാൻ ONV സാറിൻ്റെ ആ വരികളാണ് ആൾക്കാരുടെ മനസ്സിനേക്കകത്ത് കയറിപ്പോകും. ഒരു ട്യൂണിട്ടാൽ ആ ട്യൂണിനെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതും അതിൻ്റെ ലിറിക്സ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ രാരി എന്നുള്ള ആ വാക്ക് തന്നെ ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളെ ഓർക്കാൻ പറ്റുന്നൊരു അവസ്ഥയിലുള്ള വാക്കുകളാണ്. അതേ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും അതിനകത്ത് കുത്തിത്തിരികയിൽ താരാട്ടിൻ്റെ ഫീൽ കിട്ടില്ല. അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ആ സിനിമയിൽ തന്നെ മറ്റൊരു പാട്ട്, അത് ആ സിനിമയിലെ നായകൻ പ്രതാപോത്തൻ്റെ ക്യാരക്ടർ ഒരു മ്യൂസിക് കണ്ടക്ടറാണ്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ ഓർക്കസ്ട്രേഷനിൽ ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളുണ്ട്. വിഷ്വലാണെങ്കിലും ഒരു വലിയ ഒരു ക്ലാസിക് പിയാനോ, ആ പിയാനോൻ്റെ താഴെ ഇവർ ആശാ ജയറാമിൻ്റെ ക്യാരക്ടറും ഇവർ രണ്ട് ക്യാരക്ടറും കൂടിയിട്ടുള്ള കുറച്ച് രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഉണ്ട്. മലർപ്പന്തൽ എന്ന് തുടങ്ങുന്ന ആ പാട്ട് ഈ പാട്ടിനോളം ഹിറ്റായിട്ടില്ല, പക്ഷെ നല്ല രസകരമായിട്ടുള്ളൊരു പാട്ടോർമ്മയാണ്. ശരിക്കും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ബിതോൻ്റെ മൊസാർട്ടിൻ്റെ ഒക്കെ മ്യൂസിക്കുകളൊക്കെ കേട്ട് അതുപോലെ തന്നെ സിംഫണിയൊക്കെ ഞാൻ എഴുതി ഉണ്ടാക്കുമായിരുന്നു. അത് ശരിക്കും എനിക്കിതിലേക്ക് വളരെയധികം പ്രചോദനപ്പെട്ടു. കാരണം ഇങ്ങനെ അവർ പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്, ഇങ്ങനെ അദ്ദേഹം ഒരു മ്യൂസിക് കണ്ടക്ടറാണ്, അപ്പോൾ ഒരു സിംഫണിയാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മാച്ചാവുന്നൊരു മ്യൂസിക്കാണ്, പാട്ടാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മലർപ്പന്തലം, എനിക്ക് വാക്ക് ഓർമ്മയില്ല, അതുണ്ടാക്കുന്നതും. പക്ഷേ അതൊരു എനിക്ക് തോന്നുന്നു അത് ഓർക്കസ്ട്ര വളരെ ഹെവി ആയിട്ട് നിന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കസ്ട്രേഷൻ ഒരു പാട്ടിനേക്കാൾ കൂടുതൽ ഓർക്കസ്ട്രേഷൻ വന്നാൽ പാട്ട് മുങ്ങിപ്പോകും. ശരിക്കും പാട്ടിൻ്റെ താഴെയാണ് ഓർക്കസ്ട്രേഷൻ വേണ്ടത്. പക്ഷേ നമ്മൾ സിറ്റുവേഷൻ ഇത് നേരെ തിരിച്ച് വേണ്ടത്. പാട്ട് ഓക്കെ, പക്ഷേ അതിൽ മേലെ ആയിരിക്കണം. ഇയാൾ വലിയൊരു കണ്ടക്ടറാണ്, മ്യൂസിക് കണ്ടക്ടർ. അപ്പോൾ അയാൾക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ചെല്ലോ, ഡബിൾ ബാസ്, ഓബോ, മറ്റെന്തൊക്കെയോ കുറേ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ അത് വിഷ്വല് നന്നായിരുന്നു. അത് ഈ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് വലിയ ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു കാലഘട്ടം പറഞ്ഞു. ഇപ്പോൾ MG രാധാകൃഷ്ണൻ്റെ കൂടെ, അതുപോലെ തന്നെ ജോൺസൺ മാസ്റ്റർക്ക് പാട്ടുകളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. അതിൽ എനിക്ക് തോന്നുന്നു ഒരു വലിയ അനുഭവമായിട്ട് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് തൂവാനത്തുമ്പികളിൽ പത്മരാജൻ്റെ സിനിമകൾ വർക്ക് ചെയ്ത അനുഭവമാണ്. തൂവാനത്തുമ്പികളിലെ മ്യൂസിക് ഡയറക്ടർ പെരുമ്പാവൂർ G. രവീന്ദ്രനാഥാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും ദാസേട്ടന് ആ സമയത്ത് വലിയ ഹിറ്റുകളായിട്ടുള്ള മേഘം പൂത്തു തുടങ്ങി, അതുപോലെ ഒന്നാരാഗം പാടി, ഈ പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുത്തതും ഒക്കെ സൗണ്ട് ബൂത്തിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിർവഹിച്ചതൊക്കെ താങ്കളാണെന്ന് കേട്ടിട്ടുണ്ട്. പത്മരാജൻ എന്ന് പറഞ്ഞ ഒരു വലിയ സംവിധായകൻ, അതുപോലെ ദാസേട്ടനോടൊപ്പമുള്ള ഒരു അനുഭവം, ഇതെങ്ങനെയായിരുന്നു തൂവാനത്തുമ്പികളിലെ ഒരു ഓർമ്മകൾ പറയുകയാണെങ്കിൽ? തൂവാനത്തുമ്പികൾ ഒക്കെ പിന്നെ ആ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് പത്മരാജൻ സാറ് ട്രിവാൻഡ്രത്ത് ആകാശവാണിയിലാണ് തോന്നുന്നുണ്ട്, ആ കാലഘട്ടം തോന്നുന്നു. അങ്ങനെ പെരുമ്പാവൂർ സാറ് എന്നെ പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ് സാറ് രണ്ടുപേരും ആകാശവാണിയിലല്ലേ? അതെ. അങ്ങനെ എന്നോട് പത്മരാജൻ സാറ് വിളിക്കുക, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ പെരുമ്പാവൂർ G. ആണ് അതിൻ്റെ മ്യൂസിക്, അപ്പം മോഹൻ ഓർക്കസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നെ വഴുതക്കാട് ആണ് തോന്നുന്നു. എന്നോട് സിറ്റുവേഷനൊക്കെ പത്മനാഭൻ സാർ പറഞ്ഞു, ഇങ്ങനെയാണ് മൂഡ് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ പെരുമ്പാവൂർ സാറിൻ്റെ പാട്ട് അത് ട്യൂണായിരുന്നു ഇട്ടത്. ആ ട്യൂൺ കേട്ടു. റെക്കോർഡിങ്ങിൻ്റെ 2 ദിവസം മുന്നേ ഞങ്ങൾ മദ്രാസിൽ പോയിരുന്നു. അപ്പോൾ ഞാനും പെരുമ്പാവൂർ സാറും ഒരു റൂമിലായിരുന്നു കിടന്നത്. അപ്പോൾ ഞാൻ നോട്ട്സ് എല്ലാം എഴുതി. കാരണം പിറ്റേ ദിവസം 2 ദിവസം കഴിഞ്ഞാൽ ഇത് റെക്കോർഡിങ്ങാണ്. അപ്പം എല്ലാം പക്കയായിട്ട് എനിക്കാണെങ്കിൽ ഒരു സാധനം ചെയ്ത് തൃപ്തിയാവില്ല, ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. പിന്നെ തലേദിവസം പെരുമ്പാവൂർ സാർ നല്ല ഉറക്കമാണ്. അപ്പോൾ എനിക്ക് ഉറക്കില്ല, ഞാൻ നോട്ട്സൊക്കെ മാറ്റി ചെല്ലോ, അത് ഈ പാർട്സ് വയലിൻ, ഈ പാർട്സ് ഫ്ലൂട്ട്, ഇത് അതിൻ്റെ ഇടയ്ക്ക് പെർക്ഷൻ, ഇന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരുന്ന രാത്രി 2 മണി 3 മണിയൊക്കെ ആയി. ഞാൻ ടോയ്ലറ്റിലും യൂറിൻ ബസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ബോധലാണ് വീണു. എന്ന് വെച്ചാൽ ഉറക്കല്ലാണ്ടേ. അങ്ങനെ ശബ്ദം കേട്ടപ്പോൾ പെരുമ്പാവൂർ സാറ് വന്ന് നോക്കുമ്പോൾ ഞാൻ ബോധലുണ്ട്, ബാത്റൂമിൽ കിടക്കണം. അങ്ങനെ പുള്ളി മുഖത്തൊക്കെ വെള്ളം ഒഴിച്ചിങ്ങനെ വന്ന് എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് ഓർമ്മയില്ല എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു.
അങ്ങനെയാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെ റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പോൾ ദാസാർ പാടാൻ വന്നു. അപ്പോൾ ദാസാറിന് അന്ന് ഈ പാട്ട് മേഘം പൂത്തു അതാ തോന്നുന്നുണ്ട്. അതെ, ആ പാട്ടിനെ പറ്റിയിട്ട് ഒരുപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലെ തുടക്കത്തിലെ ഹമ്മിങ് കുറച്ച് അതെ 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 heavy ആയി പോയെന്നൊരു അതെ അതെ doubt. അല്ല, അത് പിന്നെ ബോബ് സാർ തന്നെ ഇങ്ങനെ ഒരു ഭയങ്കര ലെങ്ത്ത് ഹമ്മിങ് ആണ്, ബ്രെത്ത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ പിന്നെ അപ്പം തന്നെ മാഷത് മാറ്റി. എന്നിട്ട് അങ്ങനെ ദാസർ അത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികളായിരുന്നു അത് പാട്ടിലെ വരികൾ. മാത്രമല്ല ആ പടത്തിലെ പത്മരാജന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും സ്ക്രിപ്റ്റിലെ സ്ക്രിപ്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വിഷ്വൽ ഷൂട്ട് ചെയ്തിരുന്നു. ഞാൻ കേട്ടറിവുകളാണ്. ആദ്യം വിഷ്വൽസ് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഒരു ഗാനരചയിതാവിനെ സംബന്ധിച്ച് ഒരു വലിയ അനുഭവമാണ്. റഷ് മുന്നിൽ ഇട്ടിരിക്കുകയാണ്. റഷ് കണ്ടിട്ടാണ് നമ്മൾ വരികൾ എഴുതുന്നത്. മോഹൻലാലും പാർവതിയുടെയും ക്യാരക്ടർ അമ്പലത്തിന് ചുറ്റും പ്രദർശനം വെക്കുന്നു. അപ്പോൾ ആ വരികൾ എഴുതുന്നത്. അതുപോലെ കടപ്പുറത്ത് സുമലതയും ജയകൃഷ്ണൻ കൂടി നടക്കുന്നു. അവരുടെ സംസാരം, അവരുടെ ചിരി, അവരുടെ സൗഹൃദം, അവരുടെ പ്രണയം. അപ്പോൾ ഈ വിഷ്വൽസ് കണ്ട് നേരെ നമുക്ക് പാട്ട് എഴുതാൻ പറ്റും. അതൊരു വലിയ അനുഭവം. ഭയങ്കര ബുദ്ധിമുട്ടത്. കാരണം ഈ ഫ്രെയിമിൽ നിന്ന് മാറിപ്പോകരുത്, നമ്മുടെ ചിന്ത മാറി. അതേ സ്ഥലത്ത് വിഷ്വലില്ലെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. പക്ഷേ ഇത് അതിനകത്ത് ഒപ്പിച്ചെഴുതാന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു കഴിവാണ്. അത് ശ്രീമാരും ലിപ്പില്ലാന്ന് മാത്രമേ ഉള്ളൂ. കട്ട്ഷോട്ടുകളാണ്, പക്ഷേ എഴുതാന്നുള്ളതൊരു വലിയ അനുഭവം. അതെ അതെ, അത് അദ്ദേഹം അത്ര മനോഹരമായ ആ വിഷ്വലിനും ആപ്റ്റായിട്ടുള്ള വാക്കുകളാണ് കിട്ടിയത്. ഈ സിനിമ ഇപ്പോൾ തൂവാനത്തുമ്പികളാണെങ്കിൽ ഇപ്പോൾ ജോൺസൺ മാഷെ അതിമനോഹരമായിട്ടുള്ള ഒരു തീം മ്യൂസിക് ഉണ്ടായിരുന്നു. പിന്നീട് പത്മരാജന്റെ തന്നെ ഇന്നലെ എന്നുള്ള സിനിമ വന്നു. ഇന്നലെയും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥായിരുന്നു അതിന്റെ സംഗീതം നൽകിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതില് പശ്ചാത്തല സംഗീതം താങ്കളാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. പശ്ചാത്തല സംഗീതം നിർവഹിക്കുക എന്ന് പറഞ്ഞത് ഒരു വേറെ ഏരിയ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു പലപ്പോഴും മലയാളത്തിലെ പശ്ചാത്തല സംഗീത സംവിധാനം ജോൺസൺ മാഷക്ക് മുമ്പും ശേഷം എന്നുള്ള പോലെയാണ് അദ്ദേഹം അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം തുടർച്ചയായിട്ട് പത്മരാജന്റെ സിനിമകൾ ചെയ്ത് അതിനൊരു ബെഞ്ച് മാർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം പിടിക്കാവുന്ന രീതിയിൽ ഇന്നലെയിലെ നല്ല രസകരമായിട്ടുള്ള പശ്ചാത്തല സംഗീതം ഉണ്ടായിരുന്നു. പാട്ടുകളും വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ താങ്കളായിരുന്നു. ഇന്നലെ എന്ന സിനിമ, അതുപോലെ പത്മരാജനോടൊപ്പമുള്ള രണ്ടാമത്തെ ഒരു സിനിമ, അതിൻ്റെ ഒരു ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ്? മദ്രാസിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ റീ റെക്കോർഡ് AVM സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡേ പത്മരാജൻ സാറിൻ്റെ കൂടെ നമ്മുടെ ഭരതേട്ടനും കൂടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും നോട്ട്സൊക്കെ കൊടുത്ത് അസിസ്റ്റൻറ്റിന് എല്ലാം പറഞ്ഞു കൊടുത്ത് അവർ എല്ലാ നോട്ട്സെല്ലാം വായിച്ച് ഫസ്റ്റ് എനിക്ക് ടെൻഷൻ ചെയ്ത് ഇങ്ങനെ വരുന്നൊരു പിടിയില്ല. അങ്ങനെ ഫസ്റ്റ് ബിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പത്മനാഭൻ സാറും പിടിച്ചിട്ട് ഹായ് കലക്കിട എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇപ്പം അങ്ങനെ അദ്ദേഹം ഓരോ റീൽ കഴിയുമ്പോഴും എന്നെ എന്താ പറയുക പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കും. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും നന്നാക്കാനുള്ളൊരു എന്താ പറയുക ഒരു ഇത് വരും. അങ്ങനെ ക്ലൈമാക്സ്, ഈ ഇന്നലെയുടെ ക്ലൈമാക്സ് പുള്ളി വിചാരിച്ച പോലെ ആ ഫീല് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സീൻ. ആ ക്ലൈമാക്സ് ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ തലമുറയിലാണെങ്കിലും ഒരുപാട് പേർക്ക് വളരെ പ്രിയപ്പെട്ടൊരു ക്ലൈമാക്സ് ആണ്. അതെല്ലാവരും മ്യൂസിക് നോട്ട്സ് ഇങ്ങനെ തുടങ്ങുന്നു. ആ മഞ്ഞ് മൂടിയ സ്ഥലം, നരേന്ദ്രൻ മായയെ കാത്തു നിൽക്കുന്നു, അവരുടെ വീട്ടിലേക്ക് വരുന്നു, ജയറാമിൻ്റെ ക്യാരക്ടറും മായും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കുന്നു, തിരിച്ചു പോകുന്നു. ഭയങ്കര ഡീറ്റെയിൽ ആണ്, നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന പോലെയുള്ള കാര്യങ്ങൾ. പത്മനാഭൻ സാർ പറഞ്ഞാണ്. കാരണം ഞാൻ വിഷ്വലെടുത്ത് എനിക്ക് അത്ര ഒരു ഇതായിട്ടില്ല, നീ അത് എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ദിവസം വശത്ത് കണ്ട് മ്യൂളിലാണ് കണ്ടത് അത്. അങ്ങനെ പിന്നെ തിയേറ്ററിൽ പോയി അതിൽ ഒരു നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു ഫീൽഡ്, ഞാനൊരു വയലിൻ സോളോ, അത് നമ്മുടെ ഔസേപ്പച്ചനാണ് വായിച്ചത്. അത് എങ്ങനെയൊക്കെയോ അത് ആക്കി. പക്ഷേ അപ്പോൾ പത്മനാഭൻ സാറ് അത് കഴിഞ്ഞപ്പോൾ മോനെ നീ എന്നെ രക്ഷപ്പെടുത്തി, ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു അപ്പോൾ സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഭരതൻ ചേട്ടനും കൂടെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞങ്ങനെ ആയി. പക്ഷെ അത് എങ്ങനെയോ അത് രക്ഷപ്പെട്ടതാ. അതിൽ വളരെ രസകരമായിട്ടുള്ള പശ്ചാത്തല സംഗീതം, അതോടൊപ്പം തന്നെ അതിലെ പാട്ടുകൾ, ഇപ്പോൾ നീരിൻ പൂ പോൽ ഇതളായിക്കൊഴിയും, ഭയങ്കര വേരിയേഷൻസ് ഉള്ള പാട്ടുകളാണ്. അപ്പം അതിൻ്റെ ഓർക്കസ്ട്രേഷൻ അതുപോലെ തന്നെ താങ്കളൊരു സിഗ്നേച്ചർ സംഭവങ്ങളെല്ലാം തന്നെ അത് 2 പാട്ടിലാണെങ്കിൽ ഇപ്പോൾ കണ്ണിൽ നിന്മയിൽ ഓർമ്മപ്പൂവിൽ, അതും വളരെ രസകരമായിട്ടുള്ള പാട്ടുകളായിരുന്നു. ഈ ഓർക്കസ്ട്രേഷന്റെ ഒരു പരീക്ഷണങ്ങൾ എനിക്ക് തോന്നുന്നു പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് എന്നുള്ള അദ്ദേഹത്തിന്റെ കൂടെ ചെയ്ത 2 വർക്കുകളും വളരെ മനോഹരമായിരുന്നു. പെരുമ്പാവൂർ സാറ് ഓർക്കസ്ട്രേഷനെ പറ്റുന്ന അദ്ദേഹത്തിന് അദ്ദേഹം കർണാട്ടിക് വോക്കൽ, എം ജി രാധാകൃഷ്ണൻ സാർ ഇതേ സ്കൂളിൽ പുള്ളി അങ്ങനെയൊക്കെ തന്നെ ഓർക്കസ്ട്രേഷനെ പറ്റുന്ന അങ്ങനെ അതില്ല.
അതൊക്കെ ഞാൻ ഓരോരുത്തർ എങ്ങനെയൊക്കെയോ ശൈലികളാണല്ലോ. ചെയ്തു. അതെ. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ലാൻഡ്മാർക്കായിട്ടുള്ളൊരു മൂവി ഇപ്പോഴും അത് ഇപ്പോഴത്തെ ജനറേഷൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു തീം മ്യൂസിക്കാണ്. ചാണക്യൻ എന്ന് പറഞ്ഞ സിനിമ നവോദയയുടെ രണ്ടാമത്തെ വലിയൊരു പ്രൊജക്റ്റായിരുന്നു. അതെ. 1 മുതൽ 0 വരെ 86 ഇറങ്ങുന്നു, ഇത് 89. അത് കമൽഹാസനെ പോലെ വലിയൊരു നായകനായിട്ട് വരുന്നു. ഊർമിളയായിരുന്നു അതിലെ നായിക. പിന്നീട് രംഗീല പോലെയുള്ള സിനിമയിലൊക്കെ നായികയായി വേറെ ലെവലായി പോയി. അന്ന് അവരുടെ ആദ്യ ചിത്രം മറ്റോ ആയിരുന്നു മലയാളത്തിൽ. ആ സിനിമയിൽ പാട്ടുകളില്ല, പാട്ടുകൾ ഒരു ചെറിയ ബിറ്റോ, ഒരു ഡിവോഷണൽ ഒരു ചെറിയ ബിറ്റ് ഉണ്ട്. പിന്നെ തീം മ്യൂസിക്കാണ്. പക്ഷേ ഈ തീം മ്യൂസിക് ആണെങ്കിലും പശ്ചാത്തല സംഗീതമാണെങ്കിലും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഒരേ സമയം തന്നെ അതിൽ പ്രണയമുണ്ട്, അതിൽ പ്രതികാരമുണ്ട്, ഒരുപാട് വികാരങ്ങൾ ആ മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തും. പിന്നെ കമൽഹാസൻ്റെ ഒരു ബ്രാൻഡിങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഒരു പാട്ടുകളില്ലാതെ പശ്ചാത്തല സംഗീതം മാത്രം ഒരുക്കുക എന്നുള്ളൊരു ചലഞ്ച്. അതിൽ തന്നെ തീം മ്യൂസിക് എന്ന് പറഞ്ഞപ്പോൾ ജോൺസൺ മാഷൊക്കെ തീം മ്യൂസിക്കുകൾ നമ്മൾ കേട്ടുള്ള ഒരുപാട് ഹിറ്റുകളുണ്ട്. വന്ദനം, ചിത്രം, അങ്ങനെ പല ടൈപ്പ് അദ്ദേഹം പരീക്ഷിച്ചിട്ടുണ്ട്. ശ്യാം സാറിൻ്റെ ഇപ്പോൾ CBയിലൊക്കെ കേട്ടിട്ടുണ്ട്. ചാണക്യനിലെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്, ഇതിനോടൊക്കെ കിടപിടിക്കാവുന്നൊരു മ്യൂസിക്കാണ്. ചാണക്യൻ എന്ന സിനിമയിലെ അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്? റീ റെക്കോർഡിങ്ങിന് മുന്നേ തന്നെ എന്നോട് അതിൻ്റെ ഡയറക്ടർ രാജുകുമാർ, എൻ്റെ സുഹൃത്ത് രാജുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമാണ്, ഒരു പണി കൊടുക്കുന്ന സാറാണ്, ഈ പണി കൊടുക്കാൻ വേണ്ടിയുള്ളൊരു അവസ്ഥ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ അതിന് പെയിൻ വേണം, ഈ സാധനത്തിൻ്റെ കൂടെ നമുക്കെന്തോ അത് മനസ്സിലാക്കി അകത്ത് കയറിച്ചിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരി. പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് ഒരു ഹോട്ടലിൽ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ടൺ ടിൻ 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 ടൺ 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 ടിൻ 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 ടൺ ടൺ ടൺ. ആ സാധനം കേൾക്കുമ്പോൾ തന്നെ എവിടെയോ ഒരു എന്തോ കുഴപ്പമുണ്ട്, പക്ഷെ അതൊരു മെലഡി, അതൊക്കെ എന്താ പറയുക, അങ്ങനെ ഒരു മൂഡിലേക്ക് വന്നു. അത് കമൽഹാസൻ ഉപയോഗിക്കുന്നൊരു വണ്ടിയുണ്ട്, കാറ്. ആ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അതിനകത്ത് ആരും ഉണ്ടാവില്ല, പക്ഷേ ഈ മ്യൂസിക് വരുമ്പോൾ എന്തോ ഇത് സംഭവിക്കാൻ പോവാണെന്നുള്ള സംഭവം. ഈ സാധനം കേട്ട് എവിടേക്കോ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് അത് കയറി വരും. അതിൻ്റെ കൂടെ തന്നെ ഒരു പ്രതികാരം, തിലകൻ ചെയ്യുന്ന അത് പ്രതികാരം, അതിനടുത്ത് പ്രണയം വരണം പറഞ്ഞു. അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ടൺ ടിൻ 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 ടൻ 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 ടിൻ 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 ടൻ ടൻ അങ്ങനെ ഒരു സാധനത്തിൻ്റെ കൂടെ അതൊരു വിഷമം അങ്ങനെ കൂടെ മിക്സ് ചെയ്തുള്ള അങ്ങനെയൊക്കെ ആയിപ്പോയതാണത്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു ആ ഒരു കാലത്തിൽ, ഇപ്പോൾ തുടക്കത്തിൽ ആദ്യത്തെ ഒരു 5 വർഷം എന്നുള്ളതാണ് ഒരു സംഗീത സംവിധായകനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഏത് ഫീൽഡിലായാലും ഫസ്റ്റത്തെ ഒരു 5 വർഷമാണ് നമ്മളൊന്ന് സ്റ്റാമ്പ് ചെയ്യാനായിട്ടുള്ള വർഷങ്ങൾ. ആ കാലത്ത് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ട് ലെനിൻ രാജേന്ദ്രൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ കൂടെ, അദ്ദേഹം ഈ പറഞ്ഞ കവിതകൾക്കും പാട്ടുകൾക്കും ഒരുപാട് പ്രാധാന്യം നൽകി സിനിമകൾ ഒരുക്കുന്ന പ്രതിഭയാണ്. അദ്ദേഹത്തിൻ്റെ വചനം എന്ന് പറഞ്ഞ സിനിമ നല്ല സിനിമയാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സബ്ജക്റ്റും മേക്കിംഗ് ഒക്കെയാണ്. പക്ഷേ അതൊരു വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല. പക്ഷെ പാട്ട് വളരെ ഹിറ്റായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കാലത്ത് അത്ര ഹിറ്റായോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതൊരു സ്ഥിരം സോങ് ആയിരുന്നു. നീൽമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി നീ എന്നരികിൽ വന്നു എന്ന് പറയുന്ന പാട്ട്. ആ പാട്ടിൻ്റെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാം. ലെനിൻ ചേട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഡയറക്ടറുണ്ട്, ഒരു പാവം മനുഷ്യനാണ്. അപ്പോൾ ലെനിൻ ചേട്ടൻ്റെ ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നു, അല്ല ഞാൻ ചെയ്ത ഫസ്റ്റ് പടമാണെന്ന് തോന്നുന്നുണ്ട്. കുറേ പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ദൈവത്തിൻ്റെ വികൃതികൾ. പിന്നെ അത് മുമ്പാണ് വചനം, അതിന് മുന്നെയാണ് വചനം ഇറങ്ങി. ഓക്കെ, 92-ലാണ് ദൈവത്തിൻ്റെ വികൃതികൾ. അപ്പോൾ വചനത്തിന് ഇതിന് മുന്നേ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് കാണാറുണ്ട്, അപ്പോൾ കൂടണമെന്നൊക്കെ എപ്പോഴൊക്കെ പറയാറുണ്ട്. അങ്ങനെയാണ് എന്നെ ലെനിൻ ചേട്ടൻ വിളിച്ച് സിറ്റുവേഷനൊക്കെ പറഞ്ഞു. അങ്ങനെ ONV സാറ് ലിറിക്സ്, അന്ന് ട്രിവാൻഡ്രം ഗസ്റ്റ് ഹൗസിലാണ് അതിൻ്റെ കമ്പോസിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ONV സാറ് എഴുതി കൊണ്ടുവന്നു. ഞാനും അവിടെ ചെന്ന് രാവിലെ ONV സാറ് എനിക്ക് ലിറിക്സ് തന്നു, ഒന്ന് വായിച്ചു നോക്കി. അതുപോലെ എൻ്റെ കൂടെ കമ്പോസിങ് 2 പേരുണ്ടാവും, തബല വായിക്കാനും ഗിറ്റാർ വായിക്കാനും. അപ്പോൾ അവരും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ലെനിൻ ചേട്ടൻ സിറ്റുവേഷനെല്ലാം പറഞ്ഞ്
ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവരോടൊരു പാറ്റേൺ വായിക്കാൻ പറഞ്ഞു. അവർ പാറ്റേൺ വായിച്ചു. അതിനകത്ത് ഒതുങ്ങുന്നുണ്ടോ എന്ന് നോക്കി. നീൾമിഴിപ്പീലിൽ അങ്ങനെ അതിൻ്റെ എന്താ പറയുക താളവട്ടും കാര്യങ്ങളൊക്കെ നോക്കി ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു ട്യൂണാണത്. അതാണ് നീൾമിഴിപ്പീലിയിൽ നീ ഇങ്ങനെ പാടിപ്പോയ സാധനമാണ്. അപ്പോൾ വാൽമി സാറ് മോനെ അസലായിട്ടാ അപ്പോൾ ലെനിഞ്ചേട്ടനൊക്കെ ഒന്ന് കൈവെത്തന്ന് അങ്ങനെ ഉണ്ടാക്കിയ ട്യൂണാണ്. അത് ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ട്യൂണാണ്. പിന്നെ ഞാൻ ഈ ടേപ്പ് റെക്കോർഡർ ഓൺ ചെയ്തിട്ടാണ് പിന്നെ വീണ്ടും അതിന് കേട്ട് പഠിച്ചത്. അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ് ഈ ആ പാട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ അതിൽ പോയിൻവി തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നീൾമിഴിപ്പീലിയിൽ നിന്നാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് നീർമിഴിപ്പീലിയിൽ നിന്ന് ദാസേട്ടൻ പാടിപ്പോയി. അപ്പോൾ നീർമിഴിപ്പീലിയിലെ നീർമണി തുളുമ്പി തന്നെ റിപ്പീറ്റായിട്ട് വന്നു. ശരിക്കും ഞാൻ നീൾമിഴിപ്പീലി നീളമുള്ള മിഴികളോട് കൂടിയവൾ ആ ഒരു അർത്ഥത്തിലാണ് അത് എഴുതിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് സംഭവിച്ചത് എന്താണെന്ന് പറയും, ഞാൻ തരങ്ങിണിയിലായിരുന്നു എൻ്റെ റെക്കോർഡിങ്. അപ്പം നമ്മൾ ഹാളിൽ വെച്ചിട്ട് ദാസറിന് ഞാൻ പാട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് പഠിച്ചതിന് ശേഷം ദാസർ പിന്നെ ആ ബുക്ക് ഇതെല്ലാം കൂടെ കൺസോൾട്ട് ബൂത്തിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഞാൻ നോക്കുമ്പോൾ അത് ലിറിക്സും കാണാനില്ല. അപ്പോൾ സാറിലെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വന്ന് പിന്നെ കൺസോൾട്ട് റൂമിലിരുന്ന് പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ദാസർ കുറച്ച് ഓപ്പണായിട്ടാണ് പാടിയത്. അപ്പോൾ ഞാൻ ദാസറിനെ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മനസ്സിൽ എന്താ സോഫ്റ്റ് മന്ത്രിക്കുന്ന ഒരു ഫീൽ കിട്ടിയാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ മോനെ എന്നിട്ട് 2 വരി പാട്ട് ഇത് മതിയോന്ന് ചോദിക്കുന്നു. സാർ ഇതൊക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഭയങ്കര ഒതുക്കി വിഷമം മനസ്സിനകത്ത് ഒതുക്കി പാടുന്നൊരവസ്ഥയിൽ അദ്ദേഹം പാടി. ഇത് പാട്ടെല്ലാം പാടി കഴിഞ്ഞതിന് ശേഷമാണ് ഓർമി സാറ് വന്നത്. അപ്പോൾ പാടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ടു. അപ്പോൾ അയ്യോ മോനെ നീൾമിഴിപ്പീലിന്നാണല്ലോ ഞാൻ എഴുതി കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതായിപ്പോയി. അപ്പോൾ ദാസർ അതിനകത്ത് ഇരിക്കുകയാണ്, ബൂത്തിനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി സാറേ ഇനി പാടിയത് നന്നായി വന്നിട്ടുണ്ട്, ഈ നീർമിഴി എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ ചോദിച്ചു. അല്ല ഇനിയിപ്പോൾ വേണ്ട. ഞാൻ പറഞ്ഞു ഇത് ഇനി മാറ്റണം, ചില ബുദ്ധിമുട്ടുണ്ട്, കാരണം ചിലപ്പോൾ ഇതുപോലെ ഈ ഫീല് ചിലപ്പോൾ ദാസറിന് മൂഡൗട്ടായി ആളാവ് കുഴപ്പമായി പോകും. അപ്പോൾ എന്നാൽ ശരി ഇതങ്ങനെ വെക്കാൻ അങ്ങനെ വെച്ചതാണ്. അദ്ദേഹമാണെങ്കിൽ അന്ന് ഒരു ദിവസം 12 പാട്ടോ ദിവസം പാടുന്ന ഭയങ്കര തിരക്കായിരുന്നു അന്ന് ദാസറിനൊക്കെ. ഈ വചനം ഇറങ്ങിയ ആ ഒരു കാലഘട്ടം, ആ ഒരു വർഷത്തിൽ തന്നെ 89 തന്നെ മുദ്ര എന്ന് പറഞ്ഞ സിനിമ വരുന്നു. അതുപോലെ കുടുംബപുരാണം സത്യനന്ദിക്കാടിൻ്റെ, മുദ്ര സിബി മലയിൽ അവരുടെ പടം, അങ്ങനെ കുറേ പടങ്ങൾ വരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരുപാട് പുരസ്കാരങ്ങളും അംഗീകാരങ്ങളൊക്കെ നേടിയിട്ടുള്ള പാട്ടായിരുന്നു മുദ്രയിലെ പുതുമഴയായി പൊഴിയാം എന്ന് പറഞ്ഞ ഗാനം. സുധീഷ് ആ പാട്ട് ജുവനൈൽ ഹോം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റ്, മമ്മൂക്കയാണ് അതിലെ ഒരു നായകൻ എന്ന് പറഞ്ഞാലും ഈ കുട്ടികളാണ് അതിലെ പ്രധാന കഥാപാത്രങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റിൽ ഒരു പാട്ട് MG ശ്രീകുമാറാണ് അത് പാടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ഒരുപാട് റീൽസിലൊക്കെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു മൂഡിൽ വരുന്ന സമയത്ത് റീൽസിനൊക്കെ ഈ പുതിയ ജനറേഷൻ ആണെങ്കിലും കട്ട് ചെയ്തിടുന്ന ഒരു പാട്ടാണ് പുതുമഴയായി പൊഴിയാം. ലോഹിദാസും സിബി മലയിലും വേറൊരു സ്കൂളായിരുന്നല്ലോ, ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? മുദ്ര എന്ന് പറഞ്ഞ പടത്തിലെ കമ്പോസിങ് നമ്മൾ തൃശ്ശൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ലോഹിയേട്ടൻ വന്ന് സിറ്റുവേഷനൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ കമ്പോസ് ചെയ്ത് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. സിബിയും കേൾക്കാറുണ്ടായിരുന്നു, അവർക്ക് പാട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ റെക്കോർഡിങ് തരങ്ങിടിലായിരുന്നു ട്രിവാൻഡ്രത്ത്. അപ്പം ഞാൻ ഈ പാട്ട് ഹരിഹരനെ കൊണ്ട് പാടിക്കാമെന്ന് വിചാരിച്ചു, കാരണം ഒരു സോഫ്റ്റ് വോയിസ് എന്നാൽ ഈ പാട്ടിന് കുറച്ചും കൂടി ഒരു ഇടുപ്പുണ്ടാവും. അന്നാണെങ്കിൽ ബോംബെ ഉയരെ ഒന്നും ഇറങ്ങിയിട്ടില്ല, ഭയങ്കര സ്വീറ്റായിരിക്കണം ശബ്ദം. അങ്ങനെ ഞാൻ ഹരിഹരനൊക്കെ ഫോൺ ഓൺ ചെയ്തു. അപ്പോൾ പുള്ളി ഭയങ്കര ബിസിയാണ്. പിന്നെ ആരാളോ നോക്കിയപ്പോൾ MG ശ്രീകുമാറാണ് മലയാളത്തിൽ. അങ്ങനെ പിന്നെ MG ശ്രീകുമാറിനെ കൊണ്ട് പാടിപ്പിച്ചു. MG ശ്രീകുമാറിൻ്റെ അതിമനോഹരമായി പാടി നല്ലതാണ്. അത് തരങ്ങണി എനിക്ക് ഓർമ്മയുണ്ട്, കംപ്ലീറ്റ് വിയർത്ത് കുടിച്ചിട്ടൊക്കെയാണ് ഈ ഹാളിനെ വെച്ചിട്ടാണ് അതിൻ്റെ പാടിയത്, ശ്രീകുട്ടൻ പാടിയത്. അന്ന് ഹാളിലങ്ങനെ AC ഒന്നും ഇല്ലായിരുന്നു. വളരെ രസമായിരുന്നു കമ്പോസിങ് കാര്യങ്ങളൊക്കെ, റെക്കോർഡിങ് ഒക്കെ. മുദ്ര അതിനുശേഷം പിന്നീട് ഇവരുടെ ഇതേ ടീമിൻ്റെ ഒപ്പം സിബി മലയിലും ലോഹിദാസ് അടങ്ങുന്ന അതേ ടീമിൻ്റെ ഒപ്പം 90-ലെ ഹിസൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞ സിനിമ വരുന്നു. ഹിസൈനസ് അബ്ദുള്ള എന്നുള്ള സിനിമ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു സംഗീത സംവിധായകൻ്റെ ഏറ്റവും നല്ല വർക്കുകളിലൊന്നായിരുന്നു. അതിലെ പാട്ടുകൾക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയായിരുന്നു ഇന്നലെയും റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹിസൈനസ് അബ്ദുള്ളയിലെ പശ്ചാത്തല സംഗീതം മോഹൻ സിത്താരയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ സാധാരണ ഈ കൂട്ടുകെട്ടിൽ ജോൺസൺ മാഷാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പശ്ചാത്തല സംഗീതം മാത്രമായിട്ടൊക്കെ വരുമ്പോൾ ചെയ്യാറുള്ളത്. എങ്ങനെയായിരുന്നു രവീന്ദ്രൻ മാഷിന്റെ ഒരുപാട് പാട്ടുകളിൽ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. ഈ ഒരു സിനിമയിൽ വലിയ ബഡ്ജറ്റാണ്, പ്രണവ് മാർസിന്റെ ആദ്യത്തെ മൂവിയായിരുന്നു. മോഹൻലാൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ടാക്കുന്നു, അവരുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഹിസൈനസ് അബ്ദുള്ള. അതിലെ തീം മ്യൂസിക് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് പിന്നീട് ആ തീം മ്യൂസിക് ഒരു പാട്ടായി മാറി, സ്വരകന്യകമാർ എന്നുള്ള പാട്ടായി മാറി. കവിയൂർ പൊന്നമ്മ മകനെ പറ്റിയുള്ള ഓർമ്മകൾ വരുമ്പോൾ മുഴുവൻ ഈ തീം മ്യൂസിക്കിന്റെ ഒരു റിപ്പീറ്റേഷൻ വരും. ഇത് പിന്നീട് സാന്ത്വനത്തിൽ വരുമ്പോൾ അതൊരു പാട്ടായി മാറി. ഹിസൈനസ് അബ്ദുള്ളയിലെ പശ്ചാത്തല സംഗീതവും അതുപോലെ തീം മ്യൂസിക്കും ആ ഒരു ഓർമ്മകളൊക്കെ എങ്ങനെയാണ്? ചില നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തായിരുന്നു. നമ്മളൊരു പടത്തിനെ ഈ ബൂസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓർക്കസ്ട്രേഷനും അതുപോലെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ സെലക്ട് ചെയ്യുന്ന ഇതാണ്. ഇപ്പോൾ ഇതൊരു ക്ലാസിക് മൂഡാണ് ഈ പടം. അപ്പോൾ നമ്മൾ ആ മൂഡിലാണ് ഞാൻ അതിൻ്റെ റീറെക്കോർഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ അത് 10-12 ദിവസത്തോളം എടുത്തു. എന്നാൽ മാക്സിമം ഒരു 7 ദിവസമൊക്കെയാണ് ഒരു പടത്തിൻ്റെ ഒരു ചെയ്യാറുള്ളത്, റീറെക്കോർഡിങ് വരാറുള്ള ദിവസങ്ങൾ. പക്ഷെ അതിന് 10-12 ദിവസത്തോളം എടുത്തു. പക്ഷെ കുഴപ്പമില്ലാതെ ഇത് ചെയ്തു. അതിനും ഈ പറഞ്ഞ പോലെ തീം മ്യൂസിക് ഒക്കെ ഉണ്ടാക്കി. ആ തീം മ്യൂസിക് ഉണ്ടാകുമ്പോൾ ആളുകൾ മനസ്സിലേക്ക് അറിയാണ്ട് ഭയങ്കര ഒരു ആ വിഷ്വലിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. ഒരു പാട്ട് പോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറും. അതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മീൻകറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപ്പും മുളകും പിന്നെന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കില്ല, ആ കറി മാത്രം കൂടി ശ്രദ്ധിക്കുന്നത്. പക്ഷെ ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അത് നന്നാവാൻ വേണ്ടിയുള്ള കുറേ സാധനങ്ങൾ കറക്റ്റായിട്ട് ചേരുവകൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ പോലെയാണ് ഒരു പടത്തിൻ്റെ റീറെക്കോർഡിങ്. അതിന് നമ്മുടെ മനസ്സിലേക്ക് ആ വിഷ്വല് കയറാൻ അതിനനുസരിച്ച് മ്യൂസിക് നമ്മൾ പ്ലേ ചെയ്തെങ്കിലേ പറ്റുള്ളൂ. ഇപ്പം ഒരു ബ്ലാങ്കായിട്ടൊരു വിഷ്വല് കാണുമ്പോൾ നമുക്കൊന്നും ഫീൽ ചെയ്യില്ല. ഇപ്പോൾ ഒരു ക്യാരക്ടർ, അയാളുടെ ഭാര്യ മരിച്ചിരിക്കുകയാണ്, ഇയാളിപ്പോൾ നമ്മളവിടെ വിഷ്വലിരിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് അയാൾ വിചാരിക്കുന്നത് നമ്മൾ വിഷ്വൽ കണ്ടാൽ മനസ്സിലാവില്ല. പക്ഷേ അതിന് പറ്റുന്ന ഈ ഒരു തീം നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഒരു ഡമ്മി പറയുന്നുണ്ട്. അപ്പോൾ തിലകേട്ട അവിടെ ഇരിക്കുന്നു, അങ്ങനെ ഒരു സാധനം കൊടുക്കുകയാണെങ്കിൽ ഈ ഇയാളും ഭാര്യയും കൂടെ ഉള്ളൊരു ഇതിന് മുന്നേ ഉള്ള സീനിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതെന്നെ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ഭാര്യ എന്നെ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു എന്താ പടത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ റീറെക്കോർഡിങ്. അത് കറക്റ്റ് വിഷ്വലിൽ കറക്റ്റ് മ്യൂസിക് അല്ലെങ്കിൽ ചില അത് അടിപ്പെടുന്നത്. ഇപ്പോഴും ഞാൻ പല സിനിമകളിലും കാണുമ്പോൾ മ്യൂസിക്കും സീനായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ആ സീനെ ഭയങ്കരമായിട്ട് കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട് ചിലപ്പോൾ. പക്ഷെ ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും. സിനിമയിൽ ഇപ്പോൾ രവീന്ദ്രൻ മാഷായിട്ടുള്ള ഒരു സൗഹൃദം ഈ ഒരു കാലത്ത് പലപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല. ഒരു ലൈം ലൈറ്റിൽ പീക്കിൽ നിൽക്കുന്ന 2 സംഗീത സംവിധായകർ, ഒരാൾ അതിൽ സംഗീതം ചെയ്യുന്നു, അതേപോലെ തന്നെ വേറൊരാൾ അതിൽ പശ്ചാത്തല സംഗീതം ഒരുക്കുന്നു. അത് രവീന്ദ്രൻ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനും ജോൺസൺ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനും ഒരുപാട് സിനിമകൾ, പാമരത്തിൽ പാട്ടുകൾ രവീന്ദ്ര മാഷയാണ്, പക്ഷേ പശ്ചാത്തല സംഗീതം ജോൺസൺ മാഷയാണ്. അങ്ങനെ യാതൊരു ഈഗോ ഇല്ലാണ്ട് ഒരുപാട് പടങ്ങൾ വർക്കുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്നില്ല. പശ്ചാത്തല സംഗീതം ഒരുക്കുക എന്നുള്ളത് അതൊരു വേറൊരു ഇതും കൂടുതൽ ഗ്ലാമർ ഉള്ളത് പാട്ടുകൾ ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളൊക്കെ വളരെ ലൈവായിട്ട് വളരെ പീക്കിൽ നിന്നിരുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. രവീന്ദ്രൻ മാഷൊക്കെയായിട്ടുള്ള ഒരു സൗഹൃദം ഒക്കെ എങ്ങനെ? രവീന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അനിയനെ പോലെയാണ് എന്നെ കാണുന്നത്. ഞാൻ മദ്രാസിൽ പോയാൽ നീ എവിടെ എത്തി? ഞാൻ മദ്രാസിൽ ചേട്ടാ ഞാൻ വരള എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഇടയ്ക്കൊക്കെ കാണും. ആ സ്റ്റുഡിയോയിലൊക്കെ വരും രവീന്ദ്രൻ. പിന്നെ അതുപോലെ തരങ്കണിയിൽ വരാണെങ്കിൽ ചിലപ്പോൾ എന്നെ ആയിരിക്കും പുള്ളി അസിസ്റ്റ് ചെയ്യാൻ വിളിക്കുന്നത്. അത് ഭയങ്കര കമ്പനി ഞങ്ങൾ 2 പേരും കൂടെ. അപ്പോൾ അങ്ങനെ ഒരു ഈഗോ ഒന്നുമില്ല. അപ്പോൾ എന്താ പറയുക, അതൊക്കെ എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോൾ ഇത്രയും വലിയൊരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും സാധിച്ചത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഈ ഹിസൈനസ് അബ്ദുള്ളയ്ക്ക് ശേഷം പിന്നീട് ഇതേ ടീമിൻ്റെ തന്നെ സാന്ത്വനം എന്ന സിനിമ വരുന്നു. സാന്ത്വനത്തിലാണെങ്കിൽ വലിയ ഹിറ്റായിരുന്നു ഉണ്ണി വാവാവോ എന്നുള്ള പാട്ട്. ആ സമയത്ത് റേഡിയോ ആകാശവാണിയിലാണെങ്കിലും ഒരുപാട് തവണ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്നിരുന്നു. അപ്പം ഇതിലെ 2 പാട്ടുകൾ നേരത്തെ പറഞ്ഞ പോലെ സ്വരകന്യകമാർ വീണ മീട്ടുകയായി എന്ന് പറഞ്ഞ ആ ഒരു ഗാനം, പിന്നെ സ്വരകന്യകമാർ വീണ മീട്ടുകയായി കുളിരോളങ്ങൾ പകർന്നാടുകയായി തങ്കരഥമേറി
ഈ 2 പാട്ടുകളും വലിയ ഹിറ്റായിരുന്നു. താരാട്ട് പാട്ട് നമ്മുടെ ഒരു രാശി എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ആദ്യത്തെ സിനിമയിൽ ഈ പറഞ്ഞൊരു താരാട്ട് പാട്ടായിരുന്നു, പൊന്നും തിങ്കൾ പോറ്റും മാനെ. അപ്പോൾ സാന്ത്വനത്തിൻ്റെ ഓർമ്മകൾ. സാന്ത്വനത്തിന് എൻ്റെ കമ്പോസിങ് നമ്മൾ എറണാകുളത്ത് ചേർന്നു. അപ്പോൾ അവിടെ ഒരു ഗസ്റ്റ് ഹൗസ് അങ്ങനെ എന്തോണ്. അപ്പോൾ ഞാൻ സിബി വിളിച്ചു, മോഹൻ നമുക്ക് എന്നാ തുടങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന ദിവസം വരെന്ന് പറഞ്ഞു. അതിൻ്റെ തലേദിവസം ഞാനും എൻ്റെ കൂടെ 2 ആളുകളുണ്ടാവും, അവരും കൂട്ടി അവിടെ റൂമെടുത്തു. ഞാൻ ഒരു സംഭവം ഉണ്ടായി. ഒരു രാത്രി 2 മണിയൊക്കെ ഉണ്ടാവും. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ കഥകൻ്റെ അവിടെ ഒരു രൂപം നിൽക്കുന്നു. അവ്യക്തമാണ്, എന്നുവെച്ചാൽ കഥകൾ ക്ലോസ് ചെയ്തിരിക്കണം, പക്ഷേ ഒരാൾ എന്നെ അങ്ങനെ നോക്കി നിൽക്കുന്ന പോലെ. ഞാൻ പേടിച്ചു പോയി. പെട്ടെന്ന് അത് കണ്ടില്ല, രൂപത്തിന് പിന്നെ കണ്ടില്ല. പിറ്റേ ദിവസം അവനിക്ക് ഭയങ്കര പനി. അപ്പം പിറ്റേ ദിവസം അന്ന് കമ്പോസിങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ CB ഉണ്ട്, പിന്നെ നമ്മുടെ ഔസേപ്പച്ചൻ അതിൻ്റെ പ്രൊഡ്യൂസർ ഔസേപ്പച്ചനുണ്ട്, ജയപ്പള്ളശ്ശേരി. അങ്ങനെ ഞാൻ പനിച്ച് കമ്പോസിന് പോകേണ്ട. പിന്നെ നേരെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിച്ച് പിന്നെ പാട്ട് കമ്പോസ് ചെയ്യാനിരുന്നു. എന്നാലും പനിച്ചിട്ടാണ്. അപ്പോൾ CB എന്നോട് സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമുക്ക് നല്ലൊരു താരാട്ടാണ് വേണ്ടത്, ഓക്കെ എന്നും പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിനാണ് പിന്നെ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ അങ്ങനെ ചെയ്തത്. എന്നുവെച്ചാൽ നമ്മൾ താരാട്ടിന് ഒരുപാട് സംഗതികളും കാര്യങ്ങളും കൊടുത്താൽ താരാട്ടല്ലാതായി പോകും. ശരിക്കും എന്താ പറയുക, കൊച്ചു മക്കൾക്കും വലിയ ആളുകൾക്കും ഉറങ്ങാൻ പറ്റണം, ഇന്നസെൻ്റ് ആയിരിക്കണം ആ ട്യൂണിന്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മൂഡിൽ ചെയ്തത്. കാരണം ഒരു ബഹളവും ഇല്ല, അധികം തിങ്സുകളും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല, ഒരു എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള ട്യൂൺ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട്. അങ്ങനെ ആ പാട്ട് കമ്പോസിങ് കഴിഞ്ഞതിന് ശേഷം CB പറഞ്ഞു, മോഹൻ നമുക്ക് സിറ്റുവേഷൻ പറഞ്ഞു, ഇങ്ങനെ രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതാണ്, വീണൊക്കെ വെച്ചിട്ട് പാടുന്നൊരു പാട്ടാണെന്ന് പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞിരിക്കുന്ന സമയത്ത് CB പറഞ്ഞു, മോഹൻ നമ്മൾ ഹിസൈന സന്തുള്ളയിൽ ഒരു പാട്ട് തീം മ്യൂസിക് ഉണ്ട്, അപ്പോൾ അത് ഓർമ്മയുണ്ട് വെച്ചിട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഉണ്ടാക്കിയതൊക്കെ മറന്നു, പിന്നെ അത് ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കവിയൂർ പൊന്നമ്മി മോഹൻലാലും കൂടെ ഉള്ള തീമോ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ CB ടറ്റ അങ്ങനെ 2 പേരും മൂളി. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെ പിന്നെ ആ ട്യൂൺ പിടിച്ച് പിന്നെ ചരണമൊക്കെ പിന്നെ നമ്മൾ വേറെ ഉണ്ടാക്കി, അങ്ങനെ ഉണ്ടാക്കിയ ട്യൂണാണ് അത്. മീനയുടെ ഒരു അരങ്ങേറ്റ ചിത്രം കൂടിയായിരുന്നു നായികയായിട്ട്. അതായത് മീന ആദ്യമായിട്ടാണല്ലോ. അതെ, മീന വീണ വായിക്കുന്ന സീനുകൾ, വീട്ടിലേക്കുള്ള അവരുടെ എൻട്രിയും ഭാരതിയും പിന്നെ നെടുമുടി വേണുമായിട്ടുള്ള ഒരു കോമ്പിനേഷനും എല്ലാം വളരെ മനോഹരമായിരുന്നു. ആ പടവും വളരെ ചെറിയൊരു സിനിമ, പക്ഷേ അത്യാവശ്യം നന്നായി ഓടിയൊരു സിനിമയായിരുന്നു. പാട്ടുകളും അതുപോലെ തന്നെ ഹിറ്റായിരുന്നു. കൈതപ്പുറം വളരെ മനോഹരമായി അതിന് വരികൾ എഴുതിയിട്ടാണ്. നല്ല വരികളാണ്. ഉണ്ണി വാവ എന്നൊക്കെ പറയുമ്പോൾ ആ വരികളുടെ ഭയങ്കര സോഫ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, ഒറ്റ കേൾവിയിൽ നമ്മുടെ ഹൃദയത്തിൽ. അതെ, അതും ട്യൂണിട്ടിട്ടാണ് എഴുതിയത്. ചൂണ്ടപ്പോൾ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാ എന്ന ലിറിക്സ് എഴുതി തന്നു. കൈതപ്പുറം അടിപൊളി. അദ്ദേഹം എന്തായാലും ഇത് കാണുന്നുണ്ടായിരിക്കും വിചാരിക്കാം. അതെ. പിന്നെ ഈ ആ സിനിമ കഴിഞ്ഞ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയൊരു സിനിമയായിരുന്നു പൊന്നുച്ചാമി എന്ന് പറഞ്ഞ സിനിമ. നമ്മൾ എത്ര മനോഹരമായ പാട്ടുകൾ ഒരുക്കിയാലും ഈ പടം കൂടി ഹിറ്റായാലാണ് പലപ്പോഴും ആ പാട്ട് ആ ഉദ്ദേശിച്ച രീതിയിൽ ഹിറ്റാവുകയുള്ളൂ. ഈ പടം അത്ര വലിയ ഹിറ്റൊന്നും ആയിരുന്നില്ല, വേണ്ടത്ര ഓടിയൊരു സിനിമയായിരുന്നില്ല, പക്ഷേ ഈ പാട്ട് വളരെ മനോഹരമായിരുന്നു. ONV ആയിരുന്നു വരികൾ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ഇത്തിരി ചൂട്ടും കൊണ്ടേവാ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ഇത്തിരി ചൂട്ടും കൊണ്ടേവാ. കുന്നിറങ്ങി കൂടെ വരും കുളിർ വെണ്ണിലാവേ, കുഞ്ഞുമണിച്ചെപ്പിൽ നീ കളവം തായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ഇത്തിരി ചൂട്ടും കൊണ്ടേവാ. അത് നല്ല മെലഡിയാണ്, അതേസമയം തന്നെ ഇതൊരു താരാട്ടാണ്. ഉണ്ണിവാവ പോലെ ഒരു സ്ട്രെയിറ്റ് താരാട്ട് പാട്ടല്ല, പക്ഷെ ഇതുപോലെ നമ്മൾ നേരത്തെ ആദ്യത്തെ ഒരു പാട്ട് പറഞ്ഞ പോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വികാരങ്ങളൊക്കെ ഒന്നു ചേരുന്ന ഒരു പാട്ടായിരുന്നു. പൊന്നുച്ചാമിയുടെ അലി അക്ബർ ആയിരുന്നു അതിന്റെ സംവിധായകൻ. ഇത് ONVയുടെ വരികൾ കിട്ടിയതിന് ശേഷം ഇണമിട്ടതാണ്. അത് ONV സാറും ഞാനും ഭയങ്കര കമ്പനിയാണ്.
ഇടയ്ക്കൊക്കെ വിളിക്കും. ഞാൻ വൻമി സാറിൻ്റെ വീട്ടിൽ പോവും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പഴയ ഞങ്ങളുടെ എന്താ പറയുക കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം അങ്ങനെ എഴുതി തന്നു. അങ്ങനെ അതിൽ എന്നോട് സിറ്റുവേഷനൊക്കെ പറഞ്ഞു. താരാട്ടമാണ്, പക്ഷേ താരാട്ടം അവനും പാടില്ല എന്നുള്ളതിൽ അങ്ങനെ ഉണ്ടാക്കിയ പാട്ടാണ്.